മാഷാ അല്ലാ മാഷാ അല്ലാ. മുഈസുന്ന പൊന്മള ഉസ്താദ് അവരുകൾ പറയുന്ന വാക്കുകളിലേക്കൊന്ന് കേട്ടു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ശത്രുതയുണ്ടാകും എന്ന് വെച്ചിട്ട് നമുക്ക് സുന്നത്ത് ജമാഅത്ത് മറച്ചു വെക്കാൻ സാധിക്കുമോ? അത് മറച്ചു വെക്കാൻ സാധിക്കൂലല്ലോ. സുന്നത്ത് ജമാഅത്ത് മറച്ചു വെക്കാൻ സാധിക്കൂല. ഒരാൾ ശത്രുത വെക്കും എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ തുറന്ന് പറയണം. അത് നമ്മൾ പറയുക തന്നെ ചെയ്യും. അത് നമ്മളെവിടെയും മൂടി വെക്കൂല. അതിന് എന്ത് വന്നാലും ശരി. ആരാ പറയണത്? മുഈസുന്ന പൊന്മള ഉസ്താദിന്റെ വാക്കുകളിലേക്ക്. ശത്രുത ഉണ്ടാവും എന്ന് വിചാരിച്ച എല്ലാവർക്കും സന്തോഷമുള്ളത് പറയണം. അതായത് ശരി, ശത്രുത ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും സന്തോഷമുള്ളത് പറയാ എന്നുള്ളത് ദീനിൽ പറയാൻ കഴിയൂലല്ലോ. പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആവശ്യമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ ഒക്കെ സന്തോഷിപ്പിക്കാനുള്ളത് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ നൗഷാദ് ഇങ്ങനെ കാട്ടിയാൽ മതി. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു കൊണ്ടെടുക്കുക. അതിന് എന്നെ കിട്ടൂല എന്നാണ് പൊന്മള ഉസ്താദ് പറയുന്നത്. ഞാൻ അങ്ങനല്ല. ഞാൻ നമ്മളെ ഉസ്താദ് പഠിപ്പിച്ചും നമ്മൾ മുമ്പേ പഠിച്ചു വന്നതും സുന്നത്ത് ജമാഅത്ത് ഹക്കായ ദീനാണ്. അത് ഒന്നേ ഉള്ളൂ. അതിന്റെ എതിരിലുള്ള എല്ലാം ബാത്തിലാണ്. ബാത്തിലാന്ന് പറഞ്ഞിട്ട് ഓരോ ഇറക്കിയും വരാൻ പോണില്ല. ഞാൻ പറയും എനിക്ക് അങ്ങനത്തെ കുരുത്തക്കളൊന്നും പറ്റില്ല. ആരോ പൊന്മള ഉസ്താദിനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടേ. അപ്പൊ പറഞ്ഞു എനിക്ക് ആ കുരുത്തക്കേടൊന്നും പേടിയോ പിന്നെ എനിക്ക് തട്ട് ചെയ്യൂല പൊന്മള ഉസ്താദ് അല്ലേ. കുരുത്തക്കേട് അങ്ങനെ കുരുത്തക്കേട് വരികയാണെങ്കിൽ ആ കുരുത്തക്കേടിന് റിയാക്ഷൻ ഉണ്ടാവും. അത് ഓൽക്കുറ്റും കുരുത്തക്കേട് മാത്രമല്ല അതിന്റെ റിയാക്ഷൻ ഉണ്ടാവില്ലേ. എനിക്ക് ഓരോ കുരുത്തക്കേട് വെച്ചാൽ എൻ്റെ കുരുത്തക്കേടിന്റെ റിയാക്ഷൻ അവൾക്ക് പറ്റും. അപ്പൊ ആ ഭാഗം പേടിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോ ഈ സുന്നത്ത് ജമാഅത്തിന്റെ എതിരുള്ള ശത്രുക്കൾ ആരായാലും ശരി പറയേണ്ട രീതി നമ്മൾ പറയും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നൗഷോ അതൊരു ഭർത്താനാ, ആൺകുട്ടികളെ വാക്കാ. അത് പൊന്മള ഉസ്താദാ പറയണത്. അതെനിക്ക് വർത്താനം. അപ്പ കണ്ടവൻ അപ്പാ എന്ന് വിളിക്കുന്ന ആളുകളല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അപ്പ കണ്ടവൻ അപ്പ എന്ന് വിളിക്കുന്ന ആളല്ല. എന്നാൽ ഇജ അങ്ങനെയാണ്. ഇജ ഓരോ സമയത്തും ഓരോ പ്രസംഗമായിരുന്നു. എൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു ഭാഗത്തുള്ളൊരു ചെറിയൊരു വിഷയം ഞാൻ ഇതിലിട്ട് കാണിച്ചു തരാം. അല്ലാഹുവിനെ അല്ലാതെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. അതാ ഞങ്ങളെ താജുൽ ഉലമ പഠിപ്പിച്ചത്. സ്വന്തം ഉസ്താദ് പറഞ്ഞതിനെതിരെ പറഞ്ഞപ്പോ, ഉസ്താദിനെതിരെ എന്നൊരു വാദം വന്നപ്പോ ഹക്ക് ഞാൻ പറയും. അതിനെതിരിൽ ഉസ്താദ് പ്രശ്നമാണെങ്കിൽ പഠിപ്പിച്ച ഇൽമ എടുത്തോ എന്ന് പറഞ്ഞ നേതാവിന്റെ അനുയായികളായ ഞങ്ങൾ അത് പഠിച്ചു വെച്ചോളൂ. ശരിക്കും ഹക്കായ ഇവണ് കടന്ന് ചാകുകയാണ് വീട്ടിൽ. നിങ്ങള് നൗഷാദ് ഇത് നമ്മളിലായപ്പോണ്ടേനാ. ഏതായാലും നൗഷാദേ, പൊന്മള ഉസ്താദ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതൊരു ഫിഖ്ഹി പണ്ഡിതനാ. ആ പണ്ഡിതനായിട്ട് എത്ര മത്സരിച്ചിട്ടും കാര്യമില്ല. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എൻ്റെ പിന്നെ ചെറുപ്പത്തിൽ കുട്ടിയും പോലും കഴിച്ചതിനന്നേ ഉള്ളതല്ലേ. വെല്ലുവിളിച്ചെന്നുള്ളത് അത് നോക്കണ്ട. എൻ്റെ വെല്ലുവിളിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെല്ലുവിളിച്ചു. പണ്ട് കോമഡി കണ്ടിരിക്കണ ഒരു ചങ്ങായി വെല്ലുവിളിച്ച് കണ്ട് അടുത്തേക്ക് എന്ന് കണ്ട് ചെരുപ്പൂരി കണ്ടാണ് പായിന് എന്നതുപോലത്തെ വെല്ലുവിളിയാണ് എൻ്റെ വെല്ലുവിളിയൊക്കെ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പൊന്മള ഉസ്താദ് ദീനാണ് പറയുന്നത്, ഹക്കാ പറയുന്നത്, സുന്നത്ത് ജമാഅത്താ പറയുന്നത്. പേരോട് ഉസ്താദ് സുന്നത്ത് ജമാഅത്താ പറയുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആരാച്ചിട്ട് ഈ പേരോട് ഉസ്താവും പൊന്മള ഉസ്താവും അവരെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പഠിക്കാണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഔലിയനെ കണ്ടുകാണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ വലിയ ഇന്നോട് പറഞ്ഞത് എനിക്കറിയാം. സത്യത്തിൽ പൊന്മള ഉസ്താദ് ആ വലിയനെ അവിടെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വലിയനോട് ഞാനത് പറഞ്ഞപ്പോൾ ആ വലിയ ഇന്നോട് എന്താ പറഞ്ഞറിയിച്ച്, പൊന്മള ഫിഖ്ഹ പറയണത്
അത് പൊന്മള പറയണം. പൊന്മള പഠിച്ചതാണത്, അത് പറയുന്ന അതാ പൊന്മള ഉസ്താദ്. ഔലിയാക്കന്മാർ ചിലപ്പോൾ അവരുടേതായ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളല്ലേ. ഏതായാലും എൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എൻ്റെ കാര്യം വല്ലാത്തൊരു ഘട്ടം പോകെ. ഈ പൊന്മള ഉസ്താദിനൊക്കെയാണ് ജി പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ ഒപ്പമുള്ള ആൾക്കാരൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.